കേരളത്തിലെ റെയിൽവേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി റെയിൽവേ വകുപ്പ് മന്ത്രിയായി ചർച്ച ചെയ്തത്. അതിൽ അങ്കമാലി ശബരി റെയിൽപാത യാഥാർത്ഥ്യമാക്കാനുള്ള തീരുമാനമായിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ കേന്ദ്ര വിദഗ്ധ സംഘം കേരളത്തിലെത്തിയും അവിടെ ഒരു യോഗം ചേർന്നുകൊണ്ട് ഔദ്യോഗികമായി അതിൻ്റെ പ്രവൃത്തി ആരംഭിക്കാൻ, ഭൂമി ഏറ്റെടുക്കൽ ആരംഭിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കേരളത്തിലെ പ്രത്യേകിച്ച് പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലെ ചേർത്ത് പോകുന്ന ഈ റെയിൽ കുറേ വർഷങ്ങളായി കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള തീർത്ഥാടകർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കാൻ പോകുന്ന ഒരു റെയിൽ കൂടിയാണ്. അത് യാഥാർത്ഥ്യമാക്കാനുള്ള തീരുമാനം ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക. ജൂലൈയിൽ തന്നെ അതിൻ്റെ പ്രവൃത്തി ആരംഭിക്കാനാണ് ഇപ്പോൾ തത്വത്തിൽ തീരുമാനമായിട്ടുള്ളത്. അത് വേഗത്തിലാക്കാൻ സർക്കാർ നല്ല രീതിയിൽ തന്നെ അതിന് മുന്നോട്ട് പോകും. അല്ല, കേരളവുമായി അല്ല, നമ്മളിന്ന് ബാക്കി മറ്റു കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അങ്കമാലി ശബരി റെയിൽപാതയാണ്. നിങ്ങൾക്കറിയാലോ, നൂറുകണക്കിന് കുടുംബങ്ങളാണ് അവിടെ വഴിയാധാരമായിട്ടുള്ളത് സ്ഥലം ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതിലപ്പുറം അതോടൊപ്പം തന്നെ ശബരിമലയിലേക്കുള്ള തീർത്ഥാടകരുടെ, നിങ്ങൾക്കറിയാം, റോഡ് കൺജസ്റ്റഡാണ്, വാഹനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ അറിയാം. അത് ഏറ്റവും പെട്ടെന്ന് തന്നെ അത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഗവൺമെൻറ് ലക്ഷ്യം വെക്കുന്നത്. അത് ആ രീതിയിൽ തന്നെ നടക്കും. അതായത് സ്ട്രേറ്റ് ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. അതായത് ഈ ശ്രീധരൻ മുന്നോട്ട് വെച്ച ബദൽപാത സംബന്ധിച്ചുള്ള കാര്യത്തിൽ കേന്ദ്രവുമായി ചർച്ച നടത്തി അനുമതി തേടുമെന്നുള്ള റിപ്പോർട്ടുകൾ ഇന്നലെ പുറത്തു വന്നിരുന്നു. അപ്പോൾ അങ്ങനെ ചർച്ച നടന്നു? ഇല്ല, അത്തരത്തിലൊരു റിപ്പോർട്ട് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട റെയിൽവേ വകുപ്പ് മന്ത്രിയോ ഒന്നും പറഞ്ഞിട്ടില്ലോ കേരളത്തിൽ നിന്ന്. നമ്മളങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മൾ നോക്കൂ, കേരളത്തിൻ്റെ ഒരാവശ്യം എന്ന രീതിയിൽ നമ്മൾ ഉന്നയിച്ചൊരു കാര്യമാണത്. അതുമായുള്ള തീരുമാനങ്ങൾ ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രയോറിറ്റി ഉള്ളത് അങ്കമാലി റെയിൽവേ ലൈനാണല്ലോ. എത്ര വർഷമായി ഓരോ ദിവസങ്ങളിലും അവിടെയുള്ള കർഷകരും വീട്ടുകാരൊക്കെ തന്നെ അവരുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിട്ട് വരികയാണ്. അവരുടെ പ്രശ്നം എന്നുള്ളത് നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. അല്ല, നിലവിൽ ഒന്നാം ഘട്ടം ആദ്യത്തെ ഇതിൽ നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്ത് അങ്കമാലി റെയിൽവേ പാതയുമായി ബന്ധപ്പെട്ടാണ്. പിന്നെ ആ കാര്യം ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചു. രണ്ടാമത് 3ഉം 4ഉം പാതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ റെയിൽവേ വളരെ വേഗത്തിൽ തന്നെ നടപടികൾ എടുക്കുന്നുണ്ട്. 3ഉം 4ഉം പാതകൾ നിർമ്മിക്കുക എന്നുള്ളത് റെയിൽവേയുടെ ആവശ്യമാണ്. അപ്പോൾ അതുമായുള്ള നടപടികൾ വേഗത്തിലാക്കാൻ റെയിൽവേ തീരുമാനിച്ചതായി ബഹുമാനപ്പെട്ട മന്ത്രി അറിയിച്ചിട്ടുണ്ട്. അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം റെയിൽവേയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന് 3ഉം 4ഉം ലൈനുകൾ നിർമ്മിക്കുക എന്നുള്ളതാണ്. ആ കാര്യത്തിൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് വേഗത്തിലാക്കുമെന്ന് ബഹുമാനപ്പെട്ട റെയിൽവേ വകുപ്പ് മന്ത്രി ഇന്ന് അറിയിച്ചിട്ടുണ്ട്. അതാണല്ലോ രണ്ടാമത്തെ ഒരു പ്രശ്നം എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അങ്കമാലി റെയിലാണ്. ഇതിന് മറ്റു തടസ്സങ്ങളൊന്നുമില്ല. ഒരു കാര്യം കൂടെ ക്ലാരിറ്റി വെക്കുന്നത്, അതായത് നമ്മൾ സിൽവർ ലൈന് പകരം എന്ന് പറയപ്പെടുന്ന സെമി സ്പീഡ് റെയിൽപാത, ആ പദ്ധതി ഏതെങ്കിലും തരത്തിൽ ഇന്ന് ചർച്ചയായിട്ടുണ്ടോ? നമുക്ക് ആ കാര്യങ്ങളൊന്നും ഇപ്പോൾ ഔദ്യോഗികമായി ചർച്ച അതിൽ വന്നിട്ടില്ലല്ലോ. നമ്മൾ അതെല്ലാം ഞാൻ സൂചിപ്പിച്ചു. നോക്കൂ, നോർമലി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൊടുത്ത മെമ്മോറാണ്ടത്തിൽ കൃത്യമായി തന്നെ ആ കാര്യങ്ങളുണ്ട്. കേരളത്തിലെ മറ്റു റെയിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഇനി മെട്രോ ശ്രീധരൻ സാഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കും. അത് ഞാൻ നോക്കൂ, അതൊരു ചർച്ചയിലേക്ക് കടന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്കമാലി റെയിൽ ശബരി പാത യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാനമായിട്ടുള്ള കാര്യം. അതിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട്. നോക്കൂ, അതുകൊണ്ടാണ് ഈ ജൂലൈയിൽ തന്നെ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ തുടങ്ങാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിലപ്പുറം എങ്ങനെ സ്പീഡാക്കാം? അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ. അതിന് മുമ്പ് തന്നെ റെയിൽവേയുമായുള്ള ഉദ്യോഗസ്ഥല ഒരു മീറ്റിംഗ് കേരളത്തിൽ ചേരും. അവരെത്തും, അവരോട് സംസാരിക്കും. ആ മീറ്റിംഗ് കഴിഞ്ഞ ഉടൻ തന്നെ നമുക്ക് ഇത് തുടങ്ങാൻ പറ്റും. ഒരു സംശയം വേണ്ട, യാഥാർത്ഥ്യമാകുമ്പോൾ വളരെ സന്തോഷമുണ്ട്. കാരണം നാട്ടിലെ ഇത്രയധികം ആഗ്രഹിക്കുന്ന ഒരു പദ്ധതി നടപ്പിലാക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഗവൺമെൻറ്റിനുണ്ട്. റെയിൽവേയിലും അത് തന്നെയാണ് പങ്കുവച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട റെയിൽവേ വകുപ്പ് മന്ത്രി വളരെ ആവശ്യമുള്ള റെയിലാണ്. പക്ഷേ അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സന്ദർശനത്തിൽ മുഖ്യമന്ത്രിയോട് പറയാമെന്നാണ് ആഗ്രഹിച്ച്, അതുപോലെ തന്നെ അദ്ദേഹം അത് മുഖ്യമന്ത്രി അറിയിച്ചു.